വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത സ്നേഹത്തിൻ്റെ നിറവായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ചാരാധിച്ച് മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയാം. ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് ഞാൻ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയാം. കാരുണ്യവാനായ കർത്താവെ, ഇന്നേ ദിനം ഞങ്ങളെ ഓരോരുത്തരെയും മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുവാൻ, ദൈവകൃപയുടെ നിറവായി മാറുവാനും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹവും ചൈന്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ വിധി ദിവസത്തിൽ അങ്ങയുടെ തിരുമുമ്പിൽ വിധിക്കായി കാത്തു നിൽക്കുമ്പോൾ അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവാണ് ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞെന്നും അതുകൊണ്ട് നിൻ്റെ സ്നേഹ നിറവിൽ നിന്നോടൊത്ത് വാഴുവാനായിട്ട് അവസരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. മഹാബാബിലോൺ വീണു എന്ന് പറയുമ്പോൾ ഇത്രമാത്രം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിച്ചിരുന്ന സ്ഥലങ്ങൾ അങ്ങിൽ നിന്ന് അകന്നു പോയപ്പോൾ വീഴ്ചയുടെ ആഘാതം വലുതായിരുന്നു. ഇന്നിതാ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിലവിൽ ജീവിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങയെ സ്തുതിച്ചാരാധിച്ച് ഈ ദിവസത്തെ സമർപ്പിക്കും. ദൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തെ അപകടങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ നേട്ടമേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.